എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഓക്കെ. കുമ്പളങ്ങിയിലുള്ള ഒരു എമിലി. അവരിപ്പോഴില്ല, മരിച്ചുപോയി. അല്ല, അപ്പൊ ചേർത്തല വന്നതിന് ശേഷമാണോ പഠിക്കുന്നത്? അതെ അതെ. അല്ല, അവിടെ ഇവിടെ വെച്ച് നേരിട്ട് ചേർത്തല വെച്ച് പിന്നെ അവിടെ അതിന് മുമ്പ് പഠിപ്പിച്ചിട്ടില്ല. അല്ല, ചേർത്തല അതിനു മുമ്പ് നെടുമങ്ങാട്ടായിരുന്നല്ലോ. നെടുമങ്ങാട്ട് വെച്ച് പഠിപ്പിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഇല്ല പഠിപ്പിച്ചിട്ടില്ല തന്നെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് വീട്ടിൽ ഒട്ടും താമസിച്ചില്ല, അപ്പോഴേ ജോലി കിട്ടി ചേർത്തലയ്ക്ക് വന്നതാണ്. ചേർത്തല വന്നിട്ട് ആദ്യം പഠിപ്പിച്ച എമിലി. അതെ, എമിലി. പിന്നെ ഒരു ബാബു എന്നും പറഞ്ഞ കോട്ടയത്തെ ഒരു പയ്യനെ പഠിപ്പിച്ചു. ആ പയ്യനും മരിച്ചുപോയി. പിന്നെ തിരുവഴ ശിവാനന്ദൻ. പിന്നെ തിരുവഴ ശിവാനന്ദൻ മുതൽ ഇങ്ങോട്ട് അവരെല്ലാവരും ഇപ്പോഴും ഉണ്ടല്ലോ. ഉണ്ട്. ബാക്കിയെല്ലാം ഉണ്ട്. ബിന്ദു കൃഷ്ണനായി, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ എമിലിയും മരിച്ചു, ബാബുവും മരിച്ചു. ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ടൗൺ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ടൗൺ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഗോവിന്ദകുട്ടി സാർ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതുകൂടാതെ സ്കൂളിലെ ആനിവേഴ്സറിക്കോ അങ്ങനെയുള്ള എന്തോ ഒരു പ്രോഗ്രാമിനൊക്കെ സാർ വരുമായിരുന്നു. സാറ് സ്ഥിരം വെള്ള ഷർട്ടും വെള്ള മുണ്ടുമാണ്. ഇപ്പൊ ഇതൊക്കെ പിള്ളേർ കൊണ്ട് തരുന്നതാണ്. അല്ല, അന്ന് കണ്ട എനിക്കൊരു ചെറിയൊരു ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും യൂത്ത് ഫെസ്റ്റിവലും ജഡ്ജായിട്ട്. അതെ, അങ്ങനത്തൊക്കെയാണ് വന്നത്. അതെ, ബോയ്സിലും വരാറുണ്ട്, ഗേൾസിലും വരാറുണ്ട്. അപ്പൊ ഡ്യൂട്ടിയാണ്, സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് AIO പറഞ്ഞു വിടുന്നതാ. ഞാൻ ഡിപ്പാർട്ട്മെന്റ് സ്കൂളാണ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, പുള്ളി പറഞ്ഞു വിടും. ശിവൻ സാറേ ഇങ്ങനെ ഇത്രാം തീയതി ഇന്നടുത്ത് യൂത്ത് ഫെസ്റ്റിവൽ സാറ് പോകണം. അപ്പോൾ 2 ദിവസം ഡ്യൂട്ടി ലീവാണ്. 2 ദിവസം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചേർത്തല കൂടുതൽ വന്നത്. പിന്നെ ഒരിക്കൽ ഭവാനി അമ്മയുടെ ഒരു കഥാപ്രസംഗത്തിന് ഹരികഥ, അത് നമ്മുടെ ചേർത്തല ബാലേന്ദ്രന്റെ അമ്മയുടെ. അവരെ പക്ഷേ ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടുണ്ടാവില്ല. അവരതിനു മുമ്പ് ഒക്കെ മരിച്ചു പോയി. നല്ല ക്ലാസിക്കൽ കീർത്തനങ്ങൾക്ക് അസലായിട്ട് പാടുവര്. അതിനായിരുന്നു ഞാൻ അന്ന് വായിച്ചിരുന്നു. 1-2 തന്നെ വായിച്ചുള്ളൂ. കൂടുതലൊന്നും അവർ കഥാപ്രസംഗം ഉണ്ടായിരുന്നില്ല അന്ന്. അധികം അവരുടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നുകൊണ്ട് ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചെറുപ്പ് ചേർത്തല ഉണ്ടായിരുന്നു. അപ്പോൾ AIO പറയും, ശിവൻ സാറേ, അപ്പോൾ എൻ്റെ കൂടെ ഒരു മൃദംഗിസ്റ്റും ഉണ്ടായിരുന്നു ചേർത്തല, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ പിന്നെ നിങ്ങളിട്ടും കൂടെ ആ കച്ചേരിക്ക് വായിക്കണം എന്ന് AIO ഞങ്ങളോട് പറയും. കച്ചേരി നല്ല കച്ചേരി, നിങ്ങൾ ആരെങ്കിലും സെലക്ട് ചെയ്തോ, അവർക്ക് മാത്രം കാശ് കൊടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലെ അധ്യാപകർ ഒരു മ്യൂസിക് ടീച്ചറിനെ പിടിച്ചോണ്ട് നിങ്ങൾ താൻ പാടിക്കോ എന്ന് പറയും. അപ്പോൾ ആർക്കും കാശ് കൊടുക്കണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റിന്റെ ചെറുപ്പല്ലേ. അത് അങ്ങനെയാണ് ചേർത്തലയിൽ ഞാൻ ബന്ധം സ്ഥാപിച്ചതും പലരും എന്നെ കാണാൻ തുടങ്ങിയതും അവിടെ വെച്ചാണ്. വർഷം എത്രയായി. പിന്നെ വാര്യർ സാറിന്റെ കുട്ടികളെ സാർ പഠിപ്പിച്ചിരുന്നു. വിനോദിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ജ്ഞാനമുള്ള പയ്യനായിരുന്നു. വിട്ടുപോയി. അവനിപ്പോഴും കണ്ട അവനിപ്പോഴും സങ്കടമുണ്ട്. വാര്യർ സാറിന് സങ്കടമുണ്ട്. എന്താ പറയുന്നത്, അതിനൊക്കെ ഓരോ യോഗം വേണം, അല്ലാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ ഏറ്റവും അവസാനത്തെ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യാരാ? ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയല്ലേ. ഏറ്റവും അവസാനം വന്നു ചേർന്നത്? ഏറ്റവും വന്നു ചേർന്ന ആരാന്ന് ചോദിച്ചാൽ അതാ എനിക്കിപ്പോ അത് പറയാൻ ബുദ്ധിമുട്ട് വരും. അവര് പിന്നെ ഇപ്പൊ വന്നു ചേർന്ന ഒരേ ഒരു സമപ്രായക്കാർ കുറെ പേരുണ്ട്. അതിലാരാണെന്ന് ഞാൻ ഓർക്കണില്ല. അവരെല്ലാം നന്നായിട്ട് വായിക്കുന്നുമുണ്ട്. അതിലാരാണ് ഇപ്പൊ വളരെ അടുത്തായിട്ട് ആരും വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ കൂടുതൽ ബിഗിനിങ് തുടങ്ങുന്ന പഠിക്കുന്നുമില്ല. ഉണ്ട്. ഈ പിന്നെ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നവര്, എന്താ പേര് ഞാൻ പറഞ്ഞു, അയാളുടെ മകള്, അവളെ കുട്ടിയുടെ പേരെന്താ വെച്ചേ, നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുടെ മോള് പഠിക്കാൻ വരുന്നില്ലേ, അതിന്റെ പേരെന്തുവാ? ശ്രേയ. അതാണ് ഒരു മാസമേ ആയുള്ളൂ. വേറെ അടുത്തോ പഠിച്ചിരുന്നതാണ്.
എൻ്റെ ശിഷ്യൻ തന്നെ അവരെ പഠിപ്പിച്ചിരുന്നത്. അവരാണ് ഇപ്പോൾ അവസാനം ശ്രേയ. അത് നല്ല നന്നായിട്ട് എനിക്കറിയാം. സാറിന്റെ ഗുരുവായിരുന്ന ആള് ഗണപതി പിള്ള സാറാണെന്ന് ഞാൻ സാറിന്റെ ബയോഡേറ്റയിലൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിളൊക്കെ ഇപ്പൊ ഈയിടെ വന്നതിനകത്ത് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗണപതി പിള്ള സാറിന് അടുത്തേക്ക് സാറ് പോകുന്നത് എങ്ങനെയാണ്? നെടുമങ്ങാട് വെച്ചാണ് ഗണപതി സാറ് AIR സ്റ്റാഫായിരുന്നു തിരുവനന്തപുരത്ത്. ഞാൻ ഗാനഭൂഷണം പാസ്സായിട്ട് നിൽക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞ് ഒരു 6-8 മാസം കഴിഞ്ഞപ്പോഴാണ് ജോലി കിട്ടിയത്. അതുവരെ ഞാൻ വീട്ടിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ആളല്ല, എൻ്റെ സീനിയറായിട്ട് പഠിച്ച 1-2 ചേട്ടന്മാർ, ഞങ്ങൾ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അവര് എന്നെ വിളിച്ച് പറഞ്ഞു, താനിങ്ങനെ പിന്നെ ഇപ്പം വയലിൻ വായിച്ചിട്ട് വെറുതെ ഇരുന്നാൽ പറ്റില്ല. അപ്പോഴത്തേക്ക് അച്ഛനും മരിച്ചു. ആ മാർച്ചിലാണ്, മെയ്യിലാണ് അച്ഛൻ മരിക്കുന്നത്. നീ ഇങ്ങനെ വെറുതെ എന്തോ എൻ്റെ അച്ഛൻ മ്യൂസിക് ടീച്ചറായിരുന്നു. അച്ഛനെ വയലിൻ പഠിപ്പിച്ചിരുന്നത് ആദ്യം. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നോട്, പിന്നെ ഈ കൂട്ടുകാർ പറഞ്ഞു, നീ തിരുവനന്തപുരത്തേക്ക് വാ, ഞാനൊരാളിനെ കൊണ്ടായി കാണിച്ചു തരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു വയലിനിസ്റ്റുണ്ട്, നല്ല വയലിനെയാണ്, വളരെ വലിയ ഫേമസ് ആളിൻ്റെ ഒക്കെ ശിഷ്യനാണ്. ഞാൻ അങ്ങനെ ആ ഗോപിചേട്ടനാണ് എന്നെ വിളിച്ചുകൊണ്ട് ഗണപതിയുള്ള സാറിനെ കൊണ്ട് ആക്കുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഗാനഭൂഷണം കഴിഞ്ഞ് പാസ്സായി നിൽക്കുകയാണ്, അച്ഛൻ വയലും കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, സാറ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് അങ്ങോട്ട് ഏറ്റു. അത് തന്നെ അവസാനം വരെ അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം ഇപ്പം മരിച്ചിട്ട് 10-12 വർഷമായി. അങ്ങനെയാണ് ഗണപതി. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ മദ്രാസിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി. അതുവരെ ഞാൻ വെക്കേഷനൊക്കെ ഞാൻ പോകുമായിരുന്നു. അപ്പോഴെനിക്ക് ജോലി കിട്ടി, ഞാൻ ചേർത്തലേക്ക് വന്നല്ലോ. പിന്നെങ്കിലും ഇപ്പം സാറ് പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ 3-4 ദിവസം അവധി കിട്ടുന്നോ അന്ന് വന്നോണം, പഠിച്ചോണം, അതിന് കാശൊന്നും നീ തരണ്ട, പഠിച്ചിട്ട് പോയിക്കോണം. അത് പിന്നെ അങ്ങനെ ഞാൻ പിന്നെ പക്ഷേ അപ്പം മുതൽ പരിപാടി വന്നു തുടങ്ങി. ചേർത്തല അറിയാമല്ലോ, അമ്പലത്തിന്റെ എവിടെ അമ്പലം മുട്ടിയിട്ട് നടക്കാൻ മേല, അത്രയ്ക്ക് അമ്പലമുണ്ട് ചേർത്തല, ആലപ്പുഴ ഭാഗത്തൊക്കെ. അവിടെ കച്ചേരി, ഉത്സവത്തിനെല്ലാം കച്ചേരിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനൊക്കെ വയലിന് വേണം, ആളില്ല. അപ്പോൾ നല്ല ഡിമാൻഡായി. ഇപ്പോൾ അവധി വന്നാലും എന്നെ വിടുകയില്ല, അവധിക്കൊക്കെ പ്രോഗ്രാമായി. അങ്ങനെ പിന്നെ വളരെ അപൂർവമായിട്ട് സാറിൻ്റെ അടുത്ത് പോയിരുന്നുള്ളൂ. പിന്നെ എല്ലാം സ്വന്തം പ്രാക്ടീസ്. അങ്ങനെയാണ്. അതുതന്നെയാണ് കൂടുതലും പഠിപ്പിച്ചുള്ള പ്രാക്ടീസ്. സാർ ഏറ്റവും കൂടുതൽ കച്ചേരികൾ ആരുടെ കൂട്ടത്തിലാണ് ചെയ്തിട്ടുള്ളത്? പണ്ടത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കുന്ന ഒന്നാണ് നെയ്യാറ്റിൻകര വാസവനാണ്. അത് ചേർത്തലയിൽ വന്നപ്പോഴും വായിച്ച? അതെ, ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ നെയ്യാറ്റിൻകര വാസവൻ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഒത്തിരി കച്ചേരിക്ക് വായിച്ചിട്ടുണ്ട്. മാതങ്കി സത്യമൂർത്തിക്ക് കുറേ അധികം വായിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, മാറിയൊക്കെയാണ്. ആദ്യം കുറേ ദാസിൻ്റെ കൂടെ, യേശുദാസിൻ്റെ കൂടെ വായിച്ചിട്ടുണ്ട്. അത് ഒരുപാടൊന്നും വായിച്ചിട്ടില്ല, 5-8 കച്ചേരിക്ക് വായിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ്